ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. അധികം പേരില്ല, പക്ഷെ നമ്മുടെ യൂട്യൂബ് പലരും ഒരുപാട് വാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ സാർ? കുറേ പേര് വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-ാം അധ്യായമാണ് എടുത്തത് അല്ലേ, കർമ്മയോഗം. അതെടുത്തതിന് ശേഷം സ്വാമി മുക്താനന്ദ യതി വന്നു. അദ്ദേഹം അതിനെ സംഗ്രഹിച്ചു. വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലം അടുത്ത ക്ലാസ് എടുക്കാൻ അഭ്യർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത്. വളരെ സന്തോഷമുണ്ട്, പ്രത്യേകിച്ചും ഇത് കേൾക്കാൻ ഔത്സുക്യത്തോടെ വന്നവർക്ക്. ആദ്യം വീണ്ടും നമസ്കാരം പറയണം. ഇന്ന് നമുക്ക് കർമ്മയോഗം കഴിഞ്ഞിട്ട് അടുത്ത അധ്യായമാണ്, 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ജ്ഞാനകർമ്മ സന്യാസ യോഗം. കർമ്മം കഴിഞ്ഞു, ജ്ഞാന കർമ്മ സന്യാസ യോഗം. അധികം ക്ഷമിക്കണം, ശ്ലോകങ്ങളില്ലാത്തൊരു ഭഗവത്ഗീതയിലെ ഒരു അധ്യായമാണ് ജ്ഞാന കർമ്മ സന്യാസ യോഗം. അപ്പൊ നമുക്കൊന്ന് പതുക്കെ കഴിഞ്ഞ അധ്യായത്തിൽ എന്താ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. കർമ്മയോഗത്തിനെ കുറിച്ച് ആ ചോദ്യമായിട്ട് അർജുനൻ തുടങ്ങുന്നത്, അർജുനന്റെ മനക്ലേശം എന്താ? യുദ്ധം തുടങ്ങുന്ന നേരത്താണ് അദ്ദേഹത്തിന് മനക്ലേശം വരുന്നത്, മൗഢ്യം ഉണ്ടാകുന്നത്. വീണ്ടും വീണ്ടും പറയാം, തൻ്റെ തന്നെ ഗുരുനാഥന്മാരെയും ഗുരുതുല്യരെയും ബന്ധുക്കളെയും കൊന്നൊടുക്കിയിട്ടുള്ള ശ്രേഷ്ഠതയൊന്നും എനിക്ക് വേണ്ട, കിട്ടുന്ന ഒന്നും എനിക്ക് വേണ്ട, ഒരു സന്തോഷവും എനിക്ക് വേണ്ട. വളരെ പ്രസക്തമായ ഒരു ചോദ്യത്തിൽ നിന്നാണ് വ്യാസ ഭഗവാൻ ഈ അധ്യായം ഇവിടെ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. അവിടെ ഇതൊരു പൂർവപക്ഷമായിരുന്നു. പൂർവപക്ഷം ഉത്തരപക്ഷം എന്നാണ് പറയാ അല്ലെ, ചോദ്യം ഉത്തരങ്ങൾ. അവിടെ കൃഷ്ണനെ കൊണ്ടുവയ്ക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ നീ പറയുന്നത് മൂഢനെ പോലെയാണ്, ജ്ഞാനിയെ പോലെ സംസാരിക്കുന്നു. തോന്നുമ്പോൾ ജ്ഞാനിയെ പോലെ സംസാരിക്കുന്നത് അല്ലേ, പക്ഷെ അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് കർമ്മയുഗത്തിൽ കൃഷ്ണൻ പറയുന്നത്. കാരണം അർജുനൻ ആ ചോദ്യത്തിനോടൊപ്പം ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണ, അങ്ങ് മുൻപ് ജ്ഞാനമാർഗത്തെക്കുറിച്ച് വളരെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതല്ലേ നല്ലത്, ഞാൻ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നൊരു ചോദ്യമൊക്കെ നമ്മൾ അതിന് സവിസ്തരം സംസാരിക്കേണ്ടായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ രണ്ട് കാര്യം മനസ്സിലാക്കണമെങ്കിൽ സ്വധർമ്മം എന്ന വാക്ക് നമ്മളിവിടെ സംസാരിക്കുന്നു. സ്വധർമ്മം, അതിലൊരു ശ്ലോകം നമ്മൾ പറഞ്ഞു. എൻ്റെ അർത്ഥം എന്തായിരുന്നു? ഒരുവൻ അവൻ്റെ ധർമ്മത്തെ അറിഞ്ഞ് അധർമ്മം ചെയ്യുക. പരധർമ്മം ഭയാവഹം എന്നുള്ള വാക്കാണ് സംസ്കൃതത്തിൽ അവിടെ ഉപയോഗിച്ചിരുന്നത്. ഭയാനകമാണ് മറ്റു ധർമ്മങ്ങൾ. വളരെ സൂക്ഷ്മമായിട്ട് മനനം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ എന്തുകൊണ്ടാണ് പൂർവപക്ഷത്തിൽ അർജുനൻ മുന്നോട്ട് വെച്ച വളരെ ശക്തമായി ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ ബന്ധുക്കളെയും ഗുരുനാഥന്മാരെയും കൊന്നിട്ട് കിട്ടുന്ന സന്തോഷം എനിക്ക് വേണ്ട, കറക്റ്റ് അല്ലേ? അവിടെ വ്യാസഭഗവാൻ ഭംഗിയായിട്ട് കൃഷ്ണനിലൂടെ കൊണ്ടുവയ്ക്കുകയാണ് സ്വധർമ്മത്തെക്കുറിച്ച്. കർമ്മം, സ്വധർമ്മം, ഇത്തരം വാക്കുകൾ നമ്മളവിടെ വ്യവച്ഛേദിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെയാണ് നമുക്ക്
ഭഗവത്ഗീത നന്നായി പഠിക്കുന്നവർക്കും നമുക്കും സംശയം ഉണ്ടാകും എന്തായി പറയുന്നത്. കാരണം യുദ്ധത്തില് 18 ക്ഷൗഹിണി പടകളാണ് ഉണ്ടായിരുന്നത് അല്ലേ? 11 കൗരവ പക്ഷത്ത്, 7 പാണ്ഡവ പക്ഷത്തും. യുദ്ധത്തിന്റെ ഫലം കൃഷ്ണൻ അറിയാമായിരുന്നു അല്ലെ? അദ്ദേഹം സർവജ്ഞാനിയാണ്. 17 പേരോ മറ്റോ ആണ് അതിൽ അവശേഷിക്കപ്പെട്ടത്. അപ്പോൾ ആ അർത്ഥത്തില് ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ യുദ്ധത്തിന് മുൻപും ശേഷവും ഉണ്ടായ അവസ്ഥ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും അർജുനൻ പറഞ്ഞത് ശരിയായിരുന്നു, എന്തിനായിരുന്നു ഇതൊക്കെ കൊന്നൊടുക്കി, പിന്നെ വാനപ്രസ്ഥത്തിന് പോയി, ആ സന്തോഷം എനിക്ക് വേണ്ട. ഒരു തരത്തിൽ ഭഗവത്ഗീത ചിന്താക്കുഴപ്പത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് വിസ്തരിച്ചത് കൊണ്ട് ഞാൻ ആ കർമ്മത്തിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ വരുന്നത് ജ്ഞാനകർമ്മ സന്യാസ യോഗം. ഇവിടെ കർമ്മം വരുന്നുണ്ട്, ജ്ഞാനം വരുന്നുണ്ട്, സന്യാസം വരുന്നുണ്ട്. കഴിഞ്ഞ സാഖ്യയോഗം കർമ്മയോഗമൊക്കെ സംസാരിക്കുമ്പോൾ സന്യാസം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിരുന്നു, അന്വയിച്ചിട്ട് ത്യജിക്കാന്നർത്ഥം. അപ്പൊ ഇത് മൂന്നും കൂടിയിട്ടാണ് ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലേക്ക് വരുന്നത്. അപ്പൊ നമുക്കൊരു ഈ സെഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു സമ്മറി നോക്കാം. കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ്, അത്ര വലുതല്ല, 40ഓളം ശ്ലോകങ്ങൾ. ഇതിന്റെ സമ്മറി എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. അറിവിന്റെ യോഗ ഓഫ് നോളജ് ആണ് ജ്ഞാന മാർഗം എന്ന് പറയുക. യോഗ ഓഫ് നോളജ്. ജ്ഞാനം എന്ന വാക്കിന് ഇംഗ്ലീഷിൽ നോളജ് എന്ന് കൊടുക്കുന്നത് സമാനമായ പദമല്ല. പല സംസ്കൃത പദങ്ങൾക്കും സമാനമായ പദം കണ്ടെത്താൻ പാടാ. യോഗ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്. ഓക്കെ, നമ്മളിൽ ഓരോ മനുഷ്യനിലും ഉണ്ടായിരിക്കുന്ന നിരന്തരമായ സത്യമായ അനന്തമായിട്ടുള്ള മരിക്കാത്ത ഏതോ ഒന്ന്, ബോധം, കോൺഷ്യസ്നെസ്. പല വാക്കുകളും പല ആൾക്കാരും പറയാറുണ്ട് അല്ലേ? ഇത് കോൺഷ്യസ്നെസ് അല്ല, പരമമായ എന്തോ ഒന്ന്. ഇതിനെക്കുറിച്ചുള്ള അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ശരിക്കും. ഓക്കെ, ആക്ഷൻ, കർമ്മം ഇംഗ്ലീഷ് പറയാം ആക്ഷൻ എന്നാ പറയാം. കർമ്മം എന്ന് പറയുമ്പോൾ ഈ അധ്യായത്തിലേക്ക് കടക്കുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡിസിപ്ലിൻ ഓഫ് ആക്ഷൻ, കർമ്മത്തിലുള്ള നിഷ്ഠ. ഡിസിപ്ലിൻ എന്ന വാക്കിലാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ അധ്യായത്തില് ഭഗവാൻ കൃഷ്ണൻ വെളിവാക്കുന്നത് ഒരു തരത്തില് അദ്ദേഹത്തിന്റെ സീക്രട്ട് ഓഫ് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാല് അവതാര ലക്ഷ്യം ഒരു തരത്തിൽ ഈ അധ്യായത്തിൽ കൂടെ വെളിവാക്കുന്നുണ്ട്. ആ ബോധത്തില് അവതാര ലക്ഷ്യത്തിന്റെ ഒരു ഇംഗ്ലീഷ് പറയാം ആംഗിളില്, വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് ഈ അധ്യായത്തിന് നമുക്ക് പൂർവപക്ഷത്തിൽ കൊണ്ടുവച്ച ശക്തമായ അർജുനന്റെ വാദങ്ങൾ അല്ലേ, എന്താണ് കാര്യം, എനിക്ക് ആ സന്തോഷം വേണ്ട എന്ന കാര്യത്തിനെ നമുക്ക് മനസ്സിലാവൂ. മാത്രവുമല്ല ഇവിടെ ജ്ഞാനം കൊണ്ടുവച്ചിരിക്കുന്നു കർമ്മത്തിന്റെ കൂടെ. ജ്ഞാനം കൊണ്ടുവച്ചിരിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ ജ്ഞാനത്തിന്റെ അർത്ഥം, നോളജ് എന്നുള്ള വാക്കല്ല, പരമമായ ശരിയായ യഥാർത്ഥമായ ജ്ഞാനം എന്താണോ ഞാൻ, അതിലേക്ക് അല്ലെങ്കിൽ അറിവിലേക്ക്, ആത്മജ്ഞാനത്തിലേക്ക് തടയുന്നത് കർമ്മങ്ങളിലുള്ള കെട്ടുപാടുകൾ, കർമ്മം ഉണ്ടാക്കുന്ന സംസ്കാരങ്ങൾ, ബോണ്ടുകൾ, കെട്ടുപാടുകൾ. ധ്യാനിക്കുന്നവർ പറയും സംസ്കാരങ്ങൾ എന്ന് പറയും, അതുണ്ടാക്കുന്ന സംസ്കാരങ്ങൾ. അപ്പോ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാരണം ഉറങ്ങുമ്പോൾ പോലും നമ്മൾ കർമ്മത്തിലാണ്, നിരന്തരമായ കർമ്മത്തിലാണ്. ഓക്കെ, അപ്പോ കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഉളവാകുന്ന ഒന്നാണ് കർമ്മത്തിന്റെ ബോണ്ടുകൾ. ഇംഗ്ലീഷ് പറഞ്ഞാൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ
കെട്ടുപാടുകൾ, സംസ്കാരം. അപ്പോ ഫലേച്ഛയില്ലാതെ അങ്ങനെ സംഭവം ഉണ്ടോ? അപ്പോ കർമ്മത്തിന്റെ ബോണ്ടുകളെ, കർമ്മത്തിന്റെ കെട്ടുപാടുകളെ കരിച്ചു കളയുന്ന ഒന്ന് എന്താണോ അതാണ് ജ്ഞാനം എന്നാണ് വേറെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഒരു ക്ലാസ്സാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. ഓരോ അധ്യായത്തെയും എടുത്തുകൊണ്ട് ദീർഘമായിട്ടുള്ളൊരു വ്യാഖ്യാനത്തിന്റെ പദ്ധതിയിലല്ല നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ളത്. സംഗ്രഹിക്കുക, പ്രധാനമായി എന്താണ് അതിന്റെ സംഗ്രഹം എന്ന് നമുക്ക് നോക്കാം. ഈ അധ്യായത്തില് യഥാർത്ഥമായിട്ടുള്ള, ഇംഗ്ലീഷ് പറയും ലിബറേഷൻ, മുക്തി. എന്താ മുക്തി എന്ന് പറയാ? വിടുതൽ. ഏതിൽ നിന്നുള്ള വിടുതൽ? വിടാനൊന്നേ ഉള്ളൂ, കർമ്മം. കർമ്മത്തിൽ നിന്ന് വിടാൻ പറ്റുമോ നമുക്ക്? കർമ്മത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയും? സത്ത പോയി എന്ന് പറയണ്ട, പണി എത്തുപോകും അല്ലേ? കർമ്മം നിരന്തരമാണ്. അപ്പൊ കർമ്മം ഉളവാക്കുന്ന, കർമ്മത്തിൽ നിന്ന് ഉളവാകുന്ന കെട്ടുപാടുകളെ, സംസ്കാരങ്ങളെ നിന്നുള്ള മുക്തി. കാരണം നമുക്കൊരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ ജീവിക്കുന്നത് ഉണരുമ്പോഴേക്കും നമുക്ക് പല രീതിയിൽ ഓരോ മനുഷ്യൻ ജീവിച്ച സംസ്കാര പശ്ചാത്തലത്തിനനുസരിച്ച് ഓർമ്മകൾ വരും. ചില എണീക്കുമ്പോൾ തന്നെ വളരെ ടെൻഷനിലായിരിക്കും. ഇന്നെന്താ ചെയ്യുക? അയ്യോ, ഇന്നലെ അതാണല്ലോ ചെയ്തേ. ആധികളോടെ എണീക്കുന്നവരുണ്ടാവാം. അങ്ങനെ ജീവിതം മൊത്തമായിട്ടും ആധികളായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ആധിയിൽ നിന്ന് വ്യാധി ഉണ്ടാവും, രോഗം വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എവിടെയോ സൂചിപ്പിച്ചിരുന്നു. മനോജന്യങ്ങളായിട്ടാണ് ചരക സംഹിത പറയുന്നത്. ചരക സംഹിത എത്രയോ കാലം മുമ്പ് എഴുതിയതാ. അതാണ് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ പറയുന്നത് സൈക്കോസോമാറ്റിക്, കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളിൽ നിന്ന്, നിരന്തര ക്ലേശങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും, ഒരുവിധം എല്ലാ രോഗങ്ങളിലും ഇപ്പോൾ ക്യാൻസർ അടക്കം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം എന്താ പറയുക, സൈക്കോസോമാറ്റിക് എന്നാണ് ആ വാക്ക്. മനസ്സിൽ നിന്ന് ഉളവായി ശരീരത്തിനെ ബാധിക്കുന്ന ഒരു ദിവസം കൊണ്ടല്ല, നിരന്തരമായി ജനറ്റിക് ഡിസോർഡർ തൊട്ട് ക്യാൻസർ, ഒരുപാട് കാര്യങ്ങൾ, മോട്ടോർ ന്യൂറോൺ ഒക്കെ മനോജന്യമാണ്. അപ്പൊ ഈ മനോജന്യമാകുന്നത് എങ്ങനെയാ? മനസ്സ് കലുഷിതമാവുക, ആധിയാവുക. ആധിയിൽ നിന്ന് വ്യാധി ഉണ്ടാവും. ഒരുപക്ഷെ ലോകത്തിന്റെ ഈ വ്യാധി, ഈ രോഗം, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മനുഷ്യനുണ്ടായ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ചിന്ത വന്നിട്ടുണ്ട്. എന്താണ് അതിന് ഉത്തരം? ആ ഉത്തരവുമായിട്ടാണ് വേദാന്തം, വേദത്തിന്റെ വേദാന്തം വന്നു, ഉപനിഷത്തുകൾ വന്നു, ബ്രഹ്മസൂത്രം വന്നു, ഭഗവത്ഗീത എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ സംഗ്രഹിച്ചുകൊണ്ടാണ് രസഭഗവാൻ ഇവിടെ കൊണ്ട്. ഒരു തരത്തിലും മുക്തി എന്ന് പറഞ്ഞാൽ ഈ ചിന്ത, ആധിയായ ചിന്തകളിൽ നിന്നുള്ള മോചനം. അതെങ്ങനെ മോചിക്കുക? മരിച്ചു പോകണല്ലേ, ചിന്തയില്ലാണ്ടാകും. ഭഗവത്ഗീതയിലെ ഒരു വാക്കായി പറയുമ്പോൾ സ്ഥിതപ്രജ്ഞ എന്ന് പറയും. അതാണ് അതിന്റെ ആത്യന്തികമായ ഉത്തരം. അങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഒരു തരത്തില് ജ്ഞാനകർമ്മ സന്യാസയോഗം കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ, യഥാർത്ഥ മുക്തിയെക്കുറിച്ചാണ് ഒരു തരത്തില് ജ്ഞാനകർമ്മ സന്യാസയോഗത്തിൽ. കർമ്മം ചെയ്യണം അതിനോട് പറയുന്നു. എന്നിട്ട് അടുത്ത അധ്യായത്തിൽ പറയുന്നു, ജ്ഞാനം കൊണ്ട് കർമ്മത്തിൽ നിന്നുളവാകുന്ന കെട്ടുപാടുകളെയും സംസ്കാരങ്ങളെയും എരിച്ചു കളയുകയും ചെയ്യുക. അതാണ് സ്കില്ല്. കൃഷ്ണൻ ഒരു തരത്തിലൊരു വലിയ സ്കിൽഫുള്ളാണ്. അവിടെയാണ് അദ്ദേഹത്തിന് ഗുരു അല്ലെങ്കിൽ ദൈവികമായ ഒരു ഇൻകാർണേഷനായിട്ട് വരുന്നത്. ഈ അധ്യായത്തിന്റെ സമ്മറി ആയിട്ട് പറയേണ്ടത്, എങ്ങനെയാണ് ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് കർമ്മത്തിന്റെ കെട്ടുപാടുകളെ കരിച്ചു കളഞ്ഞ് വിടുതലുണ്ടാക്കി. ആ വിടുതലിനെ പറയുന്ന പേരാണ് മുക്തി. മുക്തി എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തി, ജീവൻ വിട്ടുപോകലല്ല, മനസ്സിൽ നിന്നുള്ള പിടിവിടുക. മനസ്സിൽ നിന്ന് പിടിവിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ അതിന്റെ മൊത്തം ആൻസർ ആയിരിക്കും ഈ 18 അധ്യായങ്ങളിൽ കൂടെ ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുകയാണ്. 。 . 。 . 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 。 . . 。 . . . . 。 . . . 。 . 。 . 。 . . . 。 . . . 。 . 。 . 。 . 。 . 。 . .
അപ്പൊ കൃഷ്ണൻ ആദ്യം നമുക്ക് മനസ്സിലാക്കണം. കൃഷ്ണൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായ 3 തീമുകളാണ്. ഈ വാക്ക് പറയുമ്പോൾ കൃഷ്ണന്റെ ദൈവീകത, എങ്ങനെയാണ് ദൈവികമായ ഒന്ന് ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വെളിവാകുന്നത്. എല്ലാ ഗുരുക്കന്മാരും നമുക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗുരുക്കന്മാർ വന്നിട്ടുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടല്ല, വെളിവാക്കാൻ വേണ്ടിയിട്ടാണ് അത്ര. എന്ത്? ഒരു മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം വെളിവാക്കാൻ. മനസ്സിലായില്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാനിവിടെ ശബ്ദം വരുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ യഥാർത്ഥ ഗുരുക്കന്മാർ വന്നിട്ടുള്ളത് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്, മാറ്റാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഉത്തരം അല്ലേ? എൻ്റെ വ്യാധി മാറ്റി തരിക അല്ല, വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നിന്റെ പ്രകൃതം? നിന്റെ പ്രകൃതത്തെ അറിയാതിരിക്കുന്നതാണ് ദുരിതം. അപ്പൊ നമ്മളെങ്ങനെ വന്നു? മനുഷ്യനുണ്ടായ കാലത്തോളം ഈ ദുരിതങ്ങളുണ്ട്, ആധികളുണ്ട്. കർമ്മത്തിൽ നിന്നാണ് അതിൻ്റെ പ്രഭാവം. കർമ്മം വരുന്നത് കർമ്മത്തിൽ നിന്നുളവാകുന്ന ചിന്തകളുടെ കെട്ടുപാടുകളിൽ നിന്ന്. അതിന് ജ്ഞാനം കൊണ്ട് മുക്തി നേടുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്, സമാധി ഉണ്ടാകുന്നത്. സമാധാനവും സമാധിയും സൂക്ഷ്മമായി നോക്കേണ്ട വാക്കുകളാണ്, നമുക്ക് പിന്നീട് പറയാം. ഒന്നാമത്തെ തീം, ഈ കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ കൃഷ്ണന്റെ അവതാരം, കൃഷ്ണന്റെ ഡിവിനിറ്റി അറിയുന്നത് എന്താണോ പ്രകൃതം, അത് കൃഷ്ണനായി കൊണ്ടുവയ്ക്കുക. കൃഷ്ണനൊരു തത്വമായിട്ടാണ് ഭഗവത്ഗീതയിൽ. എന്താണോ ഞാൻ, എന്താണോ നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന യഥാർത്ഥ രൂപം, അതാണ് കൃഷ്ണനായത്. അപ്പൊ കൃഷ്ണൻ എവിടെയാ? അകത്താണോ പുറത്താണോ? ഒരു തരത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ കൃഷ്ണൻ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുക. അപ്പൊ കൃഷ്ണൻ പുറത്തുണ്ടോ? അകത്താണോ പുറത്താണോ? അത് അകത്തുമല്ല പുറത്തുമല്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ സ്വാമി മുക്താനന്ദ യതി പറഞ്ഞു. നാരായണ ഗുരു മലയാള വിവർത്തനം ചെയ്ത ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. അതിൽ വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 2-ാമത്തെ 3-ാമത്തെ ശ്ലോകം. അത് അകത്തുമല്ല പുറത്തുമല്ല, നിറഞ്ഞു നിൽക്കല്ല അതിൽ. ഇപ്പൊ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ കൃഷ്ണനാണ്, എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. നമ്മൾ പറയുമ്പേ അതൊരു ദൈവനിന്ദയാണ്, ഞാൻ കൃഷ്ണനാണെന്ന് പറയുമ്പോൾ. ഈ തത്വത്തിലാണ് അത് പറയുന്നത്. എല്ലാവരും നിറഞ്ഞു നിൽക്കുക. അപ്പൊ പിന്നെ സന്തോഷിക്കല്ലേ വേണ്ടത് അല്ലേ? അതിനെല്ലാവരും നിറഞ്ഞു നിൽക്കുക. എനിക്ക് മരണമില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഈ പറയുമ്പോൾ പറയാൻ പറ്റും. അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടുന്ന് അടുത്ത പ്രശ്നം വരിക. ഒന്നാമത്തെ തീം അതാണ്. കൃഷ്ണന്റെ എന്താണ് തത്വമായിട്ട് കൃഷ്ണൻ ഇരിക്കുന്നത്? അതെല്ലാവരിലുമുള്ള വെളിപ്പെടുത്തുന്ന തത്വമായിട്ടാണ് അവതരിക്കപ്പെടുന്നത്. ഡിവിനിറ്റി എന്ന് പറയും, ദൈവികത എന്ന് പറയും. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, കർമ്മത്തിന്റെ സയൻസ് എന്താ? കർമ്മത്തിന് പറഞ്ഞൊരു സയൻസ് ഉണ്ടോ? സയൻസ് എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മകം. സയൻസ് സീക്സ് സർട്ടിറ്റ്യൂഡ് എന്നാ പറയാം. നിശ്ചയാത്മകമായ എന്തോ എന്നാണ് സയൻസ്. കർമ്മത്തിലൊരു സയൻസ് ഉണ്ടോ? കർമ്മത്തിൽ നിശ്ചയം ഉണ്ടോ? തീർച്ചയായിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുക. എന്താ രണ്ടാമത്തെ പോയിന്റ്? കാർമിക് ഡെപ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കാർമിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന കടം എന്നല്ല പറയും. കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഭാരം, കെട്ടുപാടുകളാണ്. വിട്ടുകളയില്ല. അത് കെട്ടി വെച്ചിരിക്കും നമ്മളെ. ശരീരം വിട്ടുപോയാലും നമ്മുടെ എന്താ പറയാ, സൂക്ഷ്മ ശരീരം അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. അവിടെ നിന്നും പോകാൻ പറ്റില്ല. ഇത്രമാത്രം വെയിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സുകൊണ്ട്. എന്താ ഉണ്ടാക്കിയത്? കല്ലുകൊണ്ടൊന്നുമല്ല, സ്വന്തം മനസ്സുകൊണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? അപ്പൊ രണ്ടാമത്തെ കാര്യം, കൃഷ്ണന്റെ ഡിവിനിറ്റി കൂടെ മനസ്സിലാക്കണം. കർമ്മത്തിലുള്ള സയൻസിനെ മനസ്സിലാക്കണം. എന്താ കർമ്മത്തിലുള്ള സയൻസ്? കർമ്മത്തിൽ നിന്ന് ഈ കെട്ടുപാടുകൾ അങ്ങോട്ട് മാറ്റിവിടുക. ഇപ്പൊ ലിബറേഷനായി. 3, ജ്ഞാനത്തിന്റെ ശക്തി, പവർ ഓഫ് വിസ്ഡം. ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ വരുമ്പോൾ അതാ പവർ. അറിവിന് ശക്തിയുണ്ട്. ശക്തി എങ്ങനെയാ? അറിവ് തൊടാൻ പറ്റുമോ? തൊടാൻ പോലും പറ്റില്ല അല്ലേ? അപ്പൊ അതിനെങ്ങനെ ശക്തി ഉണ്ടാവുക? ഒരു കല്ലിന് ശക്തിയുണ്ട്, ഭാരം നോക്കാം. അപ്പൊ സൂക്ഷ്മമായതിന് ശക്തി കൂടും. അതെങ്ങനെയാ പറയാ?
തീയെടുക്കാം. തീ, പ്രത്യക്ഷത്തിലുള്ള തീയുണ്ട്. അത് എല്ലാത്തിനും ദഹിപ്പിച്ച് കളയും, പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അതിന് സൂക്ഷ്മമായ അഗ്നിയുണ്ട്. നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രിയാണ് ഇരിക്കുന്നത് അല്ലേ, കാണാനൊക്കെ ഇല്ല, തൊടാനൊക്കെ ഇല്ല. അതിന് സൂക്ഷ്മമാണ് ആറ്റമിക് എനർജി. അതിന് സൂക്ഷ്മമാണ് മനസ്സ്. എങ്ങനത്തെ മനസ്സ്? വളരെ പ്യുവറായിട്ടുള്ള, ശുദ്ധമായിട്ടുള്ള, കർമ്മത്തിന്റെ കാലുഷ്യങ്ങൾ പുരളാത്ത ശുദ്ധമായ മനസ്സ്. ഭയങ്കര പവർഫുൾ ആണ്. അത് ജ്ഞാനത്തിൽ കലരുകയാണെങ്കിൽ എന്താ പറയാ, അപ്പോഴാണ് ആ പവർ ഓഫ് വിസ്ഡം, അറിവിന്റെ, ജ്ഞാനത്തിന്റെ പവർ വരിക. ഇനി അഗ്നിയെ മനസ്സിലാക്കണം. ഈ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, ഓരോ വാക്ക് പറയുമ്പോഴും നമുക്കത് വൈഖരി എന്ന് പറയാം വാക്കിന്. അതിനൊരു അർത്ഥമുണ്ട്. ഇപ്പൊ അഗ്നിയെ മനസ്സിലാക്കുമ്പോൾ പ്രത്യക്ഷത്തിലുള്ള അഗ്നിയാണ് നമ്മളെ മനസ്സിൽ വരിക. അങ്ങനെ ആവണമെന്നില്ല. അഗ്നിക്ക് 7 നാക്കുകളുള്ളതായി പറയുന്നുണ്ട്. നമുക്കതിലേക്ക് പിന്നെ കിടക്കാം. അപ്പോൾ ഡീവിയേറ്റ് ചെയ്തു പോകും നമ്മുടെ ടോക്ക്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് ഈ അധ്യായം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണൻ സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഓരോരുത്തരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥമായ സത്യമായിട്ടുള്ള ജ്ഞാനമായിട്ടുള്ള അറിവായിട്ടുള്ള അനന്തമായിട്ടുള്ള കൃഷ്ണൻ. ആ രീതിയിൽ അത് ആ കൃഷ്ണനാണ് ഇവിടെ സംസാരിക്കുന്നത്. 2, കർമ്മത്തിലുള്ള സയൻസ്, നിശ്ചയാത്മകത. എന്താ നിശ്ചയം മനസ്സിലാക്കേണ്ടത്? നിശ്ചയമായും മനസ്സിലാക്കേണ്ടത് കർമ്മത്തിന്റെ ഭാണ്ഡങ്ങൾ, കർമ്മത്തിന്റെ കെട്ടുപാടുകൾ ഇല്ലാതെ കർമ്മം ചെയ്യുക. അതിന് വേണ്ടതെന്നാണ് 3ാമത്തത്, പവർ ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ശക്തി. എല്ലാത്തിനെയും ശുദ്ധീകരിക്കാനുള്ള, കരിച്ചു കളയാനുള്ള. അതാണ് ഞാനിവിടെ അഗ്നിയുമായിട്ട് ജ്ഞാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ 3 രീതിയിലാണ് ഈ അധ്യായത്തിലേക്ക് കടക്കുന്നത്. ഈ അധ്യായത്തിൽ കടക്കുമ്പോൾ ആദ്യത്തെ 10 ശ്ലോകങ്ങൾ, 7ഓളം ശ്ലോകങ്ങൾ ഒരുപക്ഷെ ആ അധ്യായത്തിലേക്ക് കടക്കാനുള്ള സൂത്രമായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ 4ാം അധ്യായത്തിലെ പ്രധാന ശ്ലോകങ്ങൾ 1, 7, 8 നേരെ അതിൻ്റെ കീ ഹൃദയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 7ാമത്തെ 8ാമത്തെയും വളരെ പ്രശസ്തമായ ശ്ലോകങ്ങളിൽ കൂടെയാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗം വിടർന്നു വരുന്നത്. അതിൽ 7ാമത്തെ ശ്ലോകം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തൊരു കുറവാവും. 7ഉം 8ഉം ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? 7ാമത്തെ 8ാമത്തെ ശ്ലോകം ആർക്കെങ്കിലും പറയാനൊക്കെ ബൈഹാർട്ടുള്ളവർക്കാണെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ. യഥാ യഥാ ഹി ധർമ്മസ്യ, ഓർമ്മയുണ്ടാവും അല്ലെ നിങ്ങൾക്ക്? ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സ്യജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ, അല്ലെ ഭാരത, യഥാ യഥാ, യഥാ യഥാ. അർജുന, എപ്പോഴൊക്കെ, എന്താണ് അതിന്റെ അന്വയം? ധർമ്മസ്യ ഗ്ലാനി, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയോ ഹാനി സംഭവിക്കുകയോ, അധർമ്മസ്യ അഭ്യുത്ഥാനം, അവിടെ അധർമ്മത്തിന് വർധനവും ഉണ്ടാകുന്നുവോ, തഥാ, അപ്പോഴൊക്കെ, അഹം ആത്മാനം സൃജ്യാമി ഹി, ഞാൻ ജന്മമെടുക്കുന്നു. ആരാ ഞാൻ? അപ്പോൾ തത്വമായിട്ടിരിക്കുന്ന, എന്നിൽ നിറഞ്ഞിരിക്കുന്ന, സർവത്തിലും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ഒരാൾ വരുമോ? അങ്ങനെയുണ്ടൊരു കോൺസെപ്റ്റ്. അവതാര പുരുഷന്മാർ അങ്ങനെ വന്ന രാമൻ അല്ലേ, അദ്ദേഹത്തിന് അവതാരത്തിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. മനുഷ്യകുലത്തിന് വ്യക്തമായ മൂല്യബോധം കൊണ്ടുവരാനായിരുന്നു. ഒരു ഭർത്താവായി, മകനായി, രാജാവായി, മൂല്യത്തെ മുറുകെ പിടിക്കുന്ന, മൂല്യം സ്ഥാപിക്കാൻ വന്ന ഒരു അവതാര പുരുഷനായിരുന്നു രാമൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാമായണം വായിക്കുമ്പോൾ ഊർജം വരും അല്ലേ. കഷ്ടകാലങ്ങളിൽ അല്ലെങ്കിൽ ക്ലേശകാലങ്ങളിൽ നമ്മൾ കർക്കിടകത്തിലൊക്കെ രാമായണം വായിക്കാറുണ്ട്. ഇത് രസാ. നമ്മുടെ ഉള്ളിലുള്ള ക്യാരക്ടറിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ശബ്ദമാണ് രാമശബ്ദം. ആ രീതിയിലാണ് രാമനെ എടുക്കുന്നത്. ഇവിടെ ഗ്ലാനിർ, അപ്പൊ ഇവിടെ ഈ അവതാര പുരുഷൻ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ജ്ഞാനമായിട്ടിരിക്കുക, സർവ്വതുമായിട്ടിരിക്കുക, ആത്മാവായിട്ടിരിക്കുക, എല്ലാത്തിനും നിറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഒരു ആക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഒരു രീതിയാണ് അവതാര പുരുഷന്മാർ.
അപ്പൊ അവതാര പുരുഷൻ പറഞ്ഞ അടുത്ത വർക്കിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ കൃഷ്ണൻ വന്നിരിക്കുന്നത്. കൃഷ്ണനെ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ ഓരോന്നിലും നിറഞ്ഞിരിക്കും, എല്ലാറ്റിലും നിറഞ്ഞിരിക്കും. ഈശാവാസ്യമിതം സർവം എന്നാണ് ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞ, ഗ്ലാനിർ ഭവതി, ഗ്ലാനി ഉണ്ടായിരിക്കുക ധർമ്മത്തിനും, അധർമ്മം വർദ്ധിക്കു വരിക. ഞാൻ അവിടെ ഉണ്ടാവും. എനിക്ക് അത് വ്യാഖ്യാനിക്കാൻ ഇഷ്ടം, അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. പ്രകൃതിയിൽ എവിടെയെങ്കിലും ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ പ്രകൃതി ബാലൻസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? നമ്മുടെ ശരീരം എടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്തൊരു ഒരു ദ്രവ്യം അല്ലെങ്കിൽ ഒരു പദാർത്ഥം നമ്മുടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പറ്റാത്തതാണ്, അതിനോട് ചേരാത്തതാണ്, ആമാശയത്തിന്റെ ധർമ്മത്തിന് ചേരാത്തതാണെങ്കിൽ അപ്പോൾ അത് പുറത്തേക്ക് വിടും, ഛർദ്ദിച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെയാണത്. അപ്പൊ ബാലൻസ് ചെയ്യും. അതാരെങ്കിലും പറഞ്ഞിട്ടാണോ? നമുക്കൊരു പിടിയില്ല. കഴിച്ച ഭക്ഷണത്തെക്കുറിച്ച് ഒരു നിശ്ചയവും ഇല്ല. ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അതങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. അത് ആമാശയത്തിന്റെ ധർമ്മമാണെങ്കിൽ മനുഷ്യനൊരു ധർമ്മമുണ്ട്, പ്രകൃതിക്കൊരു ധർമ്മമുണ്ട്, സമസ്ത പ്രപഞ്ചത്തിനൊരു ധർമ്മത്തിലാണ് അത് ചിരിക്കുന്നത്. അതാണ് കർമ്മത്തിന്റെ സയൻസ്. അങ്ങനെ മനസ്സിലാക്കണം. അതപ്പോൾ ബാലൻസ് ചെയ്യും. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയം പോലെ, സ്വദേശത പോലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കാ. അതാണ് ഞാൻ പറഞ്ഞ ഓട്ടോമാറ്റിക്സ് ഉണ്ട്. ഒരർത്ഥത്തിൽ അങ്ങനെ മനസ്സിലാക്കാം. രണ്ടർത്ഥത്തില് അത് നിവർത്തിക്കാൻ വേണ്ടി അവതാര പുരുഷന്മാരുണ്ടാവും. ഒരു തരത്തിലൊരു വൈരുദ്ധ്യാത്മികമായിട്ട് തോന്നാം നമുക്ക്. ഇത് വൈരുദ്ധ്യാത്മികമായിട്ടല്ല. ഇപ്പൊ നമുക്ക് നോക്കൂ, നമ്മളിൽ തന്നെ ഒരിക്കലും മരിക്കാത്ത ഞാൻ, ശരിയായ ഞാനുണ്ട്. അഹം അഹം എന്ന് അറിയുന്ന ഒരുപാട് ഞാനുകളുണ്ട്, അല്ലെ? ഞാൻ എണ്ണീട്ടുണ്ട്. യഥാർത്ഥ ഞാൻ ഈ അഹം എന്നുള്ളത് ഞാനല്ല. ആ ഞാനാണ് ഈ സമസ്ത ദുരന്തങ്ങളും ദുരിതങ്ങളും ഓരോ കർമ്മത്തെയും ഞാൻ ചെയ്തു, അതങ്ങനെ ഉണ്ടായി. അങ്ങനെയാണ് കർമ്മഭാണ്ഡങ്ങൾ ഉണ്ടാകുന്നത്. അതൊരു പ്രഹേളികയല്ലേ? അപ്പൊ മനുഷ്യനുണ്ടാക്കിയത്, പ്രകൃതി ഉണ്ടാക്കിയത് ഈ രണ്ട് ധ്രുവങ്ങളിൽ കൂടെ, എന്താ പറയാ, പ്രഹേളികാപരമായിട്ടുള്ള രണ്ട് ദ്വന്ദ്ങ്ങൾ. അതാണ് നല്ല ഭാഷ. രണ്ട് ദ്വന്ദ്ങ്ങളിൽ കൂടി. ശങ്കരാചാര്യരുടെ കൃതിയുണ്ട് സൗന്ദര്യലഹരി. എൻ്റെ ആദ്യത്തെ ശ്ലോകം തന്നെ ഒരു പ്രഹേളികയായിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നു. ശിവശക്തി ആയുക്തോ യതി ഭവതി ശക്തപ്രഭവിതം. ശിവനും ശക്തിയും ഇല്ലെങ്കിൽ പ്രപഞ്ചമേ ഇല്ല എന്നാണ്. ഇത് വേറൊരു ആംഗിൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് അതിലേക്ക് കിടക്കണ്ട. അപ്പോൾ പറഞ്ഞു വെച്ചത്, ഈ 4-ാം അധ്യായം മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ സൃഷ്ടിയുടെ സൂക്ഷ്മതയിലേക്ക് നോക്കിയ പ്രഹേളികാപരമായി തോന്നുന്ന ദ്വന്ദ്ങ്ങൾ, രണ്ടായി പിരിഞ്ഞു തോന്നുന്ന ദ്വന്ദ്ങ്ങളിൽ കൂടിയാണ് സൃഷ്ടി ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അതങ്ങനെയാണത്. അപ്പൊ ഇവിടെ ഒരു അവതാര പുരുഷൻ ശരീരരൂപത്തിൽ വരികയും തത്വമായിട്ട്, പ്രകൃതിയുടെ തത്വം തന്നെ അതാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടി വരും. അങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ കൃഷ്ണൻ വരുന്നുള്ളത് ഒന്നത് പ്രകൃതിയുടെ തത്വം തന്നെയാണ്. അത് നിവർത്തിക്കാൻ ഓരോ രൂപത്തില് അവതാര പുരുഷന്മാർ എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കുറച്ച് ക്ലിയർ ആവും തോന്നുന്നു. ഇപ്പോൾ എപ്പോഴാണോ റൈറ്റിയസ്നെസ്, നേരിന്, ധർമ്മത്തിന്, ഞാൻ പറഞ്ഞ ആമാശയത്തിന്റെ ധർമ്മം അതറിയാതെ തന്നെ പറഞ്ഞു കൊടുക്കണ്ട, അല്ലേ? അത് നമ്മളെ ഛർദ്ദിപ്പിക്കും, ശരീരത്തിൽ നിന്ന് പുറന്തള്ളും. അതേപോലെ തന്നെ പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. നിവർത്തിക്കാൻ ചിലപ്പോൾ ഒരു അവതാര പുരുഷനും വരും. ഇപ്പൊ ക്ലിയർ ആയി തോന്നുന്നു. ഈ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ് ഇതിന്റെ ഹൃദയത്തിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഈ അധ്യായത്തെ മനസ്സിലാക്കാൻ, എന്താ പറയാ, ഒരു വാതിലാണ് 7-ാമത്തെ ശ്ലോകം. 8-ാമത്തെ ശ്ലോകവും ഈക്വലി വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വായിക്കാം. പരിത്രാണായ, നമുക്കെല്ലാവരും ഗീത കേട്ട ഈ ശ്ലോകങ്ങളാണ് ഓർമ്മ വരിക, അല്ലെ? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ
സംഭവാമി യുഗേ യുഗേ. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സംഭവാമി യുഗേ യുഗേ, അത് നൈരന്തര്യമുള്ളതാണ്, അത് ഓട്ടോമാറ്റിസമാണ്. ഞാൻ അതാണ് ആമാശയത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്തത്. നടന്നുകൊണ്ടേയിരിക്കും. ഈ വിശാല അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഏറ്റവും പ്രശസ്തമായ ഈ രണ്ട് ശ്ലോകങ്ങളുടെ ഹൃദയം, ആത്മാവ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ 7ഉം 8ലും കൂടെ കടന്ന് നമ്മൾ പോയി. ഇനി നമുക്ക് ഇതിന്റെ സംക്ഷിപ്തത്തിലേക്ക് പോകുമ്പോൾ അടുത്ത ഈ അധ്യായത്തിനെ മനസ്സിലാക്കണമെങ്കിൽ 18ാമത്തെ അധ്യായം എടുക്കണം, 18ാമത്തെ ശ്ലോകം എടുക്കണം. 18ാമത്തെ ശ്ലോകം എടുക്കുമ്പോൾ ഞാൻ വായിക്കാം. 18, ഒരു മിനിറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകം. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയാഹ. വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭഗവത്ഗീതയിലെ കർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ശ്ലോകമാണ്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃത്സ്യന കർമ്മകൃത്. ഒരുപക്ഷെ ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ ഈ അധ്യായം മൊത്തം മനസ്സിലാക്കാൻ ഏതെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ 18ാമത്തെ ശ്ലോകത്തിന് എടുക്കാം. അതിന്റെ അന്വയം എങ്ങനെയാ പറയണേ? ഞാൻ പറയുന്നത് കർമ്മണി അകർമ്മ, അകർമ്മം, കർമ്മത്തിൽ അകർമ്മത്തെ കാണാം. അകർമ്മണി കർമ്മച്ച, അകർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ പറ്റുമോ? യ പശ്യേത്, അങ്ങനെ ആർക്ക് കാണാൻ കഴിയുന്നുവോ, പശ്യേത് സ മനുഷ്യേഷു, ആ മനുഷ്യൻ, അവൻ മനുഷ്യരിൽ ബുദ്ധിമാൻ, ബുദ്ധിമാനാകുന്നു. സയുക്ത, അവൻ, യുക്തൻ എന്ന് പറഞ്ഞാൽ യോഗിയുടെ വേറൊരു വാക്കാണ്. യുക്തനാണ് അവൻ, യോഗയുക്തനാണ്. അവൻ യോഗിയാണെന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചത്തിന്റെ, ഒരു മനുഷ്യന്റെ യഥാർത്ഥ ലക്ഷ്യം, യഥാർത്ഥ പ്രകൃതി അത് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകൃതി. അതിനെ മനസ്സിലാക്കുന്ന ആളാണ് യോഗയുക്തൻ. സ്വന്തം പ്രകൃതി, സ്വന്തം ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞ് സർവത്തിനെയും മനസ്സിലാക്കി. അങ്ങനെയല്ലേ പറയാം? അതിനാണ് ആത്മജ്ഞാനം. എന്ത് മനസ്സിലാക്കിയാണോ, ഏതാണോ സർവത്തിനെയും മനസ്സിലാക്കുന്നത്, അതാണ് ആത്മജ്ഞാനം. ബ്രഹ്മജ്ഞാനം, അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. സയുക്ത കൃത്സ്ന കർമ്മകൃത്, കർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നവനാകുന്നു. ഈ രണ്ടു വാക്കുകളാണ് സൂക്ഷ്മമായിട്ട് ഇവിടെ കൊണ്ടുവച്ചത്. ഇവിടെ കർമ്മത്തെ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചാൽ പറയുക, ഈ കർമ്മം, ജീവിതം കർമ്മമാണ്, അതിൽ ആർക്കും ഒരു സംശയവുമില്ല. ആണ് മരണം വരെ ആ ശരീരത്തിൽ നിന്നുള്ള ആക്ഷൻസ് ഉണ്ടാവും. ഉറങ്ങുമ്പോൾ മാത്രം ഞാനാണ്, ആരാണ് ഞാൻ എന്നൊന്നും കൂടി ഓർമ്മ പോലും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ജീവിതം കർമ്മമാണ്. കർമ്മത്തെ രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട്: കർത്തവ്യ കർമ്മവും വികർമ്മവും. നേരത്തൊരു വാക്ക് അകർമ്മം കേട്ടു. ഈ 3 വാക്കുകൾ വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യാഖ്യാതാക്കളും ഇതിനെ വ്യത്യസ്ത രീതിയിൽ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. എൻ്റെ ഗുരു പറഞ്ഞത്, ഇപ്പൊ വികർമ്മം, നമ്മുടെ ചിന്മയാനന്ദ സ്വാമികൾ വികർമ്മത്തെ പലരും പറഞ്ഞത് ശ്രേഷ്ഠമല്ലാത്ത, വിശിഷ്ടമല്ലാത്ത കർമ്മത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിരുദ്ധ കർമ്മങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷെ വിനോബാവയൊക്കെ പറയുന്ന, എൻ്റെ ഗുരുവൊക്കെ പറയുന്നത് വികർമ്മത്തിനെ വിശിഷ്ട കർമ്മമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു വ്യാഖ്യാനമാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ കർത്തവ്യ കർമ്മം ഏതൊക്കെയാ? നിത്യകർമ്മങ്ങൾ, അല്ലെ? നിത്യകർമ്മങ്ങൾ എന്തൊക്കെയാ? ഭക്ഷണം ഉണ്ടാക്കണം, ജോലി ചെയ്യണം, തുടങ്ങിയ നിത്യകർമ്മങ്ങൾ. നൈമിത്തികം, കാമ്യകർമ്മങ്ങൾ, അങ്ങനെ എഴുതി തിരിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ കർമ്മം എടുക്കുമ്പോ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 ഒന്നായി തിരിച്ചു വെച്ചിട്ടുണ്ട്. അകർമ്മം എന്നുള്ളൊരു വാക്കാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു വെച്ച ലിബറേഷൻ, മുക്തി, ദുരിതങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാവുക. ദുരിതങ്ങളെ നമ്മൾ പറഞ്ഞു വെച്ചു, ചിന്തകളിൽ നിന്ന് ഉയർന്നു വരുന്ന, കർമ്മത്തിൽ നിന്നുളവാകുന്ന കെട്ടുപാടുകളും കർമ്മമുണ്ടാക്കുന്ന, അഹങ്കാരമുണ്ടാക്കുന്ന, അഹം എന്ന ബോധത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. അതാണ്
ഒരു ഭാണ്ഡമായി അനേക കോടി ജന്മങ്ങളിലൂടെ നമ്മളിൽ അടിഞ്ഞുകൂടി. അപ്പോൾ കർമ്മത്തില് 3 തരം കർമ്മമായിട്ട് തിരിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മത്തിൽ അകർമ്മം കാണാൻ പറ്റുമെന്നാണ്. ഇവിടെയാണ് ഇതിന്റെ എന്താ പറയാ സീക്രട്ട് കിടക്കണം. അപ്പോൾ അർജുനോട് കൃഷ്ണൻ പറയാ കർമ്മത്തിൽ അകർമ്മം കാണാം. അകർമ്മം എന്ന് പറഞ്ഞാല് ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ഉളവാകുന്ന ഫലങ്ങളിൽ യാതൊരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കൂടി അറിയുന്നില്ല, എന്നാൽ ഞാൻ ചെയ്യുന്നതിൽ നിശ്ചയം ഉണ്ട് താനും. ഇതും ഒരു പ്രഹേളികയാണ്. വളരെ വൈശിഷ്ട്യമായി പറയുന്ന ഒരവസ്ഥയായിട്ടാണ് ആത്മീയ മണ്ഡലത്തിൽ ഇതിനെ പറയാം. ലയാവസ്ഥ എന്ന് പറയാം, ലിവിങ് ഡെഡ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരുപാട് ഗുരുക്കന്മാർ ജീവിച്ചിരുന്നൊരു നാടാണത്. എപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ്. കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴും കർമ്മത്തിൻ്റെ നിന്നുളവാകുന്ന ഞാനെന്ന ബോധത്തിൽ നിന്ന് ഉളവാകുന്ന എൻ്റെ ആത്മാവിനെ കവർ ചെയ്യുന്ന മറയ്ക്കുന്ന യാതൊരു വക കർമ്മത്തിൻ്റെ കാലുഷ്യങ്ങളോ കളറുകളോ ഒന്നും ഇല്ലാതെ കർമ്മം ചെയ്യാം. അതാണ് ഒറ്റ ഉത്തരം. ജീവിതത്തിലെ സമാധാനത്തിന് ഉത്തരം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവന് യോഗിയാകുന്നു, യോഗയുക്തനാണ്. ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഗീത അവസാനിച്ചു എന്ന് വേണേൽ പറയാം. സീക്രട്ട് കിട്ടി, പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം, അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ജ്ഞാനകർമ്മത്തിൽ ജ്ഞാനം അവിടെ കൊണ്ടുവച്ചു. ജ്ഞാനത്തെ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു? അഗ്നി പോലെ സ്ഫുടം ചെയ്യുന്ന, ശുദ്ധീകരിക്കുന്ന, കർമ്മത്തെ ശുദ്ധീകരിക്കുന്ന ഒന്നായിട്ട് അഗ്നിയെ കൊണ്ടുവച്ചു. എന്താണ് അഗ്നി ഇവിടെ? ആത്മാവിനെ കുറിച്ചുള്ള അറിവ് കൊണ്ട് ശുദ്ധീകരിക്കുക, എന്നിട്ട് കർമ്മത്തിൽ ഏർപ്പെടുക. എന്താണ് അറിവ്? അത് ഇപ്പൊ സാങ്കേതികത്തിൽ കറക്റ്റായി പറയുന്നുണ്ട്. എന്താണ് ശരിയാ? ആത്മാവിനെ കുറിച്ചുള്ള അറിവ്. എന്നിട്ട് നമ്മൾ കുറച്ച് 7-8 ശ്ലോകങ്ങൾ പരിശോധിച്ചു. അപ്പൊ കൃഷ്ണന്റെ ദിവ്യത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, കർമ്മത്തിന്റെ സയൻസിനെ മനസ്സിലാക്കി, ആ രീതിയിലും കൂടി ഇതിനെ മനസ്സിലാക്കാൻ പറഞ്ഞു, അല്ലേ? എന്നിട്ട് ജ്ഞാനത്തിന്റെ ശക്തിയെക്കുറിച്ചും. അവിടെ നിന്നാണ് നമ്മൾ ഈ ശ്ലോകത്തിലേക്ക് കടന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് 18 ഞാൻ പറഞ്ഞു. 18ാമത്തെ ശ്ലോകം വായിച്ചു. അവിടെയാണ് ഈ കർമ്മത്തിലെ കർമ്മം എന്നുള്ള ഒരു വളരെ സീക്രട്ട് ആയിട്ടുള്ളൊരു കീ, ഒരു സൂത്രവാക്യമായിട്ട് ജീവിതത്തിനെ ലക്ഷ്യം അറിയുന്ന, ജീവിതത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന യുക്തമായിട്ടുള്ള മനസ്സിന് അധികാരി ആണ് യോഗി. ഇതാവണം നമ്മൾ. ഇതാകുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, കൃഷ്ണനെ പോലെ ജീവിക്കാൻ പറ്റും. കൃഷ്ണനാവുക എന്നല്ലേ പറയാ? അങ്ങനെ ആവണം. അല്ലാതെ കൃഷ്ണനെ പുറത്തുള്ള ഒരാളായിട്ടോ പിന്നെ അങ്ങനെ കണ്ടുകൊണ്ട് ഭഗവത്ഗീത അങ്ങനെ മുന്നോട്ട് വെക്കുന്നേ ഇല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ തച്ചുടയ്ക്കാനാണ് ഭഗവത്ഗീത എന്ന ഒരു ഗ്രന്ഥം വ്യാസഭഗവാൻ കൊണ്ടുവച്ചത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് അതാണ് 37ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ 37ലേക്ക് പോകുമ്പോ യഥൈധാംസി സ്മിഗ്ധോഗ്നി ഭസ്മസാത് കുരുത്യർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. സമിഗ്ധ അഗ്നി അതിന്റെ അന്വയം കൊടുത്തിട്ടുള്ളത് ആളിക്കത്തുന്ന തീ എന്നാണ്. ഏധാംസി വിറകുകൊള്ളികളെ, യഥാഭസ്മാൻ കുരുതേ, ഇതിനെ ഭംഗിയാക്കി കൊണ്ടുവച്ചിരിക്കുക. എങ്ങനെയാണ് ജ്ഞാനം അഗ്നിയെ പോലെ കർമ്മത്തെ ശുദ്ധീകരിക്കുന്നത് പറയാൻ വേണ്ടി 37ലേക്ക് എത്തുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് 37ലേക്ക് ചാടിയത്. ആളിക്കത്തുന്ന തീ ഏതാംശി യഥാഭസ്മാത് കുരുതേ, വിറകുകൊള്ളികളെ എങ്ങനെ എപ്രകാരം എരിച്ചു കളയുന്നുവോ, തഥാ ജ്ഞാനാഗ്നി, അതുപോലെ ജ്ഞാനത്തിന്റെ അഗ്നി, സർവകർമ്മങ്ങളെയും ഭസ്മസാത് കുരുതേ, ഭസ്മീകരിക്കുന്നു. എന്താ രസമല്ലേ കേൾക്കാൻ? നമ്മുടെയൊക്കെ
കർമ്മഭാണ്ഡങ്ങളെയും ആന്തയിൽ ചുറ്റിപ്പറ്റിയ എല്ലാ അശുദ്ധികളെയും ജ്ഞാനമാകുന്ന അഗ്നി എരിച്ചു കളയുമ്പോൾ എന്താണ്, എന്താ പറയാ, പരമശുദ്ധമായ ബോധങ്ങൾ അതിൽ നിന്ന് പ്രകാശിക്കുക അത്രേ. അതുകൊണ്ടാണ് ഈ 37ാമത്തെ ശ്ലോകം 7ഉം 8ഉം 18 കഴിഞ്ഞ് ഞാൻ എടുത്തത്. ഇത് കൂട്ടി വയ്ക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തത വരും. ഇപ്പോ ഇത്രയും പറഞ്ഞു വെക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, മനുഷ്യൻ ജനിച്ച കാലം മുതൽ, ചിന്ത ഉണർന്ന കാലം മുതൽ ചിന്തയുടെ ഞാനെന്ന ഭാവം കൊണ്ടുണ്ടായിട്ടുള്ള ദുരിതങ്ങളുടെ മൊത്തം ഉത്തരമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഇതിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് യജ്ഞമായിട്ട് കാണാനാ പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു ലക്ഷ്യം അർജുന ആ കർമ്മത്തെ യജ്ഞമായി കാണും, ശുദ്ധീകരിക്കാൻ. യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എന്താ ഓടി വരിക ചോദിച്ചാൽ ചിലപ്പോൾ ആരെങ്കിലൊക്കെ മൈക്കൊക്കെ ഓൺ ചെയ്ത് പറയുമ്പോൾ നല്ല രസമാവും, ഒരു സംവാദം പോലെ വരും അല്ലേ? ജ്ഞാനം ശുദ്ധീകരിക്കുന്നതാണ്. അപ്പൊ മനസ്സിൽ വരേണ്ട യജ്ഞം. എന്താണ് യജ്ഞം? യജ്ഞത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് ജ്ഞാനത്തിന്റെ അഗ്നിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോ പൗരാണിക കാലത്ത് യജ്ഞത്തിന് 3 പില്ലറുകൾ, 3 എന്താ പറയാ പ്രധാന സ്തംഭങ്ങളായിട്ട് പറഞ്ഞത് ദേവപൂജ, ദേവപൂജാനാം, ദേവന്മാർ എന്നല്ല അതിൻ്റെ അർത്ഥം. ദിഫ് എന്നുള്ള വാക്കിൽ നിന്നാണ് ആ വാക്ക് സംസ്കൃതത്തിൽ വന്നിട്ടുള്ളത്. ജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്, അതാണ് ദേവൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും പ്രകാശം നൽകുന്നത് ആ സെല്ലിന്റെ, ആ കോശത്തിന്റെ അതിദൈവം. അങ്ങനെയാണ് അനന്തകോടി ദൈവങ്ങളെ ഭാരതീയ ഋഷി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും പ്രകാശം, ഓരോന്നാക്കി എടുക്കാം. ഇതെല്ലാം കൂടി നിൽക്കുന്ന സമസ്തമായ ഒരു രൂപമാക്കിയിട്ടും എന്താ പറയാ, വൈശ്വാനര സമസ്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നിയായിട്ട് സമസ്ത പ്രപഞ്ചവും ഒരു ബോഡിയായിട്ട് എടുക്കാം. ഈ സമസ്ത പ്രപഞ്ചത്തിലും കുഞ്ഞു 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 കാണുന്ന നക്ഷത്രങ്ങളെ പോലെ നമുക്ക് ഒരു വൈരുദ്ധ്യം പോലെ അതൊക്കെ അനന്തമായിട്ടിരിക്കും. നാരായണ ഗുരു ലളിതമായിട്ടാണ് പറഞ്ഞത്, ഒന്നൊന്നായി തൊട്ടം എണ്ണം പൊരുൾ ഒടുങ്ങിയാൽ. നമ്മൾ മനുഷ്യനായി അഹംബോധത്തിൽ നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ ഒന്ന് എണ്ണിത്തീരില്ല അല്ലെ? കടലിലെ തിര പോലെയാ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാ. ഇതെല്ലാം പ്രകാശിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും സ്രോതസ്സായ ഒരു പ്രകാശമുണ്ട്. അപ്പൊ സമസ്ത പ്രപഞ്ചം ഒരു ശരീരമാക്കി എടുക്കുക, ഒറ്റ ബോഡിയാണ്. ഇതിലെല്ലാം ഒരു നക്ഷത്രങ്ങളായിട്ടൊരു ബോഡിയുണ്ട്. പിന്നെ മനുഷ്യനായിട്ടുള്ള ബോഡികളുണ്ട്. ഓരോ മനുഷ്യനും ജീവനായിട്ടുള്ള ബോഡികളുണ്ട്. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കോശത്തിന് അതിൻ്റെ നടുവിൽ ഒരു സെല്ലുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ പ്രകാശിപ്പിക്കാൻ എന്നിട്ട് അതൊക്കെ ദൈവങ്ങളാണ്. കാരണം അതൊക്കെ പ്രകാശിക്കുന്നത്. അങ്ങനെയാണ് ദേവശബ്ദത്തെ മനസ്സിലാക്കേണ്ടതെന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. അപ്പൊ ആദ്യത്തെ ദേവപൂജ ചെയ്യുക, ഓരോ കോശങ്ങളെയും പ്രീതിപ്പെടുത്തണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കുന്ന എല്ലാതിനെയും, എല്ലാം പ്രകാശിക്കുന്നതാ. ആ പ്രാമാണികതയിൽ, ആ അർത്ഥത്തിലാണ് ദേവപൂജ ചെയ്യാം ദൈവമായി. എന്തൊരർത്ഥം, എന്തൊരു വലിയ അർത്ഥത്തിലാണ് ഋഷി കൊണ്ടുവച്ചത്. ഒരു വലിയ കവിത രചിക്കുന്നത് പോലെയാണ്, പ്രപഞ്ച കവിതയാണ്. 2, ഒന്ന് ദേവപൂജ. ഇതാണ് യജ്ഞത്തിന്റെ 3 പ്രധാന പില്ലറുകൾ എന്ന് പറയും. 3 പില്ലറുകൾ. ഒന്ന് ദേവപൂജ, 2 സംഗതീകരണം, യൂണിറ്റി ആയിട്ട്. ഇപ്പൊ നമ്മൾ ഓരോ മനുഷ്യനുണ്ട്, ഒരു മനുഷ്യനാണ് പൂജ ചെയ്യുന്ന ആള്, എല്ലാ പ്രകാശിക്കുന്ന ഇതിനെയും പൂജ ചെയ്യുന്നു. സംഗതീകരണം എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിറ്റി, യൂണിറ്റി. എല്ലാം സമസ്ത അതിനെ യൂണിറ്റ് ആയിട്ട്, സമൂഹം, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ സമൂഹമായിട്ടുള്ള യജ്ഞം. 3 ദാനം. 3 വണ്ണത്തിനാണ് പില്ലേഴ്സ്. ദാനം എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടേയിരിക്കുക. അത് എന്താ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ മാത്രമെന്ന് വിചാരിക്കുക അല്ലേ? പിന്നല്ല, നമ്മളിലൂടെ ഒഴുകി വരുന്ന ശുദ്ധമായ ബോധത്തിൽ ഒഴുകി വരുന്ന എല്ലാതും കൊടുക്കാനുള്ളത്, പുറത്തേക്ക് പോകാനുള്ളത്. കയ്യിൽ വരുന്നതെല്ലാം പുറത്തേക്ക് പോകുന്നു. കൊടുക്കും തോറും അത് ഒഴിഞ്ഞ് നിൽക്കും. ആ ഒഴിഞ്ഞിടത്തേക്ക് വീണ്ടും വന്നു നിറയും.
ഇതാണ് യഥാഹിതാഹി ധർമ്മസ്യ എന്നൊക്കെ പറയുന്ന പോലെ ഇതാണ് അതിന്റെ പ്രപഞ്ചത്തിന്റെ ഘടന. അതിനെ ബ്ലോക്ക് ആക്കിയാലോ, ഒഴുകി പോകുന്ന ചാനൽ ബ്ലോക്ക് ആയതുപോലെയും അവിടെ ഓവർഫ്ലോ ഉണ്ടാവും. ഓവർഫ്ലോ വെച്ച തടസ്സാ. ഇതൊരു സൂത്ര, മനുഷ്യന്മാർക്ക് ഇഷ്ടമില്ലാത്തൊരു സൂത്ര. പല ഗുരുക്കന്മാരും പറയും കൊടുത്തുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. വരാൻ വേണ്ടിയിട്ടല്ല കൊടുക്കുന്നത്, അതൊരു പ്രോസസ്സാ. അതിൽ പക്ഷെ നമുക്ക് മനസ്സ് വെക്കേണ്ട. വരും പോകും, വരും, ഇങ്ങനെ അതിങ്ങനെ, അതൊരു പ്രോസസ്സാ, പോഷിപ്പിക്കല. മൂന്നാണ് ദേവപൂജ ഉണ്ട്, അതൊരു യജ്ഞത്തിന്റെ 3 പില്ലാറുകളിൽ ഒന്നാണ്. 2 യൂണിറ്റി, സമൂഹത്തിന് വേണ്ടുന്നത്. 3 ദാനം. ഇനി ഈ 3 കാര്യത്തിന് പലരും പല രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് ഇതിന്റെ അഭിവ്യഞ്ജിപ്പിക്കുന്നത്, അതിന്റെ ആന്തരികമായ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് റിച്വലിസ്റ്റിക് ലെവലാണ്. അപ്പോൾ പൗരാണിക കാലത്ത് അതുകൊണ്ട് എന്ത് ചെയ്യും, ദേവപൂജയ്ക്ക് വേണ്ടി പുറത്ത് കാണിക്കാം എന്നതാണ് റിച്വലിസ്റ്റിക് ആയിട്ട് ചെയ്തവരുണ്ട്. റിച്വൽ എന്ന് പറഞ്ഞാൽ കർമ്മമായിട്ട് ഹോമകുണ്ഡങ്ങൾ ഉണ്ടാക്കി, ദ്രവ്യങ്ങൾ ഉപയോഗിച്ച്, അഗ്നിയെ ജ്വലിപ്പിച്ച്, അല്ലെ, നെയ്യ്, ധാന്യങ്ങള്, നമുക്കറിയാം, ഔഷധങ്ങള് ആ അഗ്നിയിലേക്ക് സമർപ്പിച്ച് മനസ്സിൽ സങ്കല്പത്തോടെ, സങ്കല്പം കൊണ്ടാണ് ഇതൊക്കെ അറിയുന്നത്. ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഈ സങ്കല്പങ്ങളിൽ എല്ലാ ദൈവങ്ങളെയും, ഓരോ കോശങ്ങളുടെയും ദേവി, എന്താ പറയാ, നാഥനായിരിക്കുന്ന പ്രകാശത്തെ. അപ്പോ ആ ഈ യജ്ഞം റിച്വലിസ്റ്റിക് ലെവലാവുമ്പോൾ കൃത്യമായ ദേവസങ്കല്പങ്ങൾ വെച്ചിട്ട് അവർക്ക് പ്രീതിപ്പെടുത്തുക. അതൊന്നും. അതില് അഗ്നിക്ക് 7 നാക്കുകളതായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് 7 നാക്കുകളെ, അപ്പൊ പ്രത്യക്ഷത്തിൽ ചെയ്യുമ്പോൾ അവർ അഗ്നിയുടെ 7 നാക്കുകളെ സങ്കല്പിക്കുകയും കാളി, കരാളി, മനോജവ, ഓരോ കളറുകളാണ്. അഗ്നിക്ക് 7 കളറുകളുണ്ട് അത്ര. അത് ഏറ്റവും പ്രത്യക്ഷത്തിലുള്ളതാണ്, സൂക്ഷ്മാർത്ഥം അല്ല അത് കേട്ടോ. തീർച്ചയായിട്ടും പ്രത്യക്ഷത്തിൽ അങ്ങനെ തന്നെ, സൂക്ഷ്മത്തിലേക്ക് നമുക്ക് പോകാം. അതില് നിരന്തരമായി ജ്വലിക്കുന്നതുണ്ട്. സുധൂമ്ര വർണ്ണ വരെ എത്തുമ്പോൾ കാളി, കരാളി, മനോജവ, ഈ ഓരോന്നിനും ഓരോ പേരും. കാളി എന്ന് പറഞ്ഞാല് എല്ലാം ഭസ്മീകരിക്കുന്ന കറുത്ത പുകയോട് വരുന്നതാണ്. അത് പൊട്ടയല്ല, അതൊരു പുനരുദ്ധാനത്തിന്റെ ലക്ഷണം. വേറൊന്നാണ് സുലോഹിത, ചുമന്ന വർണ്ണത്തില്, എന്താ പറയാ, വ്യതിചലിക്കാതെ നിശ്ചലമായിരിക്കുന്നത്. ഓരോന്നിനെയും ഇങ്ങനെയാണ് അത്ര ഒരു അത് സൂക്ഷ്മതയിലേക്ക് പോകുമ്പോ എങ്ങനെയാ ശരീരത്തിൽ വിരിക്കും. അത് യൂണിവേഴ്സൽ ലെവല് കാണുമ്പോൾ എങ്ങനെയാ ആദി ദൈവികം. അപ്പൊ ഒന്ന് ആദി ഭൗതികമായിട്ടുള്ള യജ്ഞം, അതാണ് റിച്വലിസ്റ്റിക്. യൂണിവേഴ്സൽ ലെവൽ, പ്രാപഞ്ചിക ലെവലിലുള്ള യജ്ഞം എന്താ, ആദി ദൈവികം എന്നാണ് അതിനെ പറയുന്നത്. വേദങ്ങൾ പറയുന്നത് ഈ സർവപ്രപഞ്ചവും, ഈ സമസ്ത പ്രപഞ്ചവും അല്ലെങ്കിൽ പ്രപഞ്ചം മൊത്തവും ഒരു യജ്ഞത്തിലാണ്. അതിങ്ങനെ ജ്വലിച്ചോണ്ടിരിക്കുക, അല്ലെ, സൂര്യൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. സൂര്യൻ വല്ല തിരിച്ചെടുക്കണ്ട, ടാക്സ് മേടിക്കണ്ട, അവിടെ നിന്ന് ആ കൊടുക്കലാണ് സൂര്യന്റെ കർമ്മം. അയ്യോ ഞാൻ കൊടുത്തു, അവനൊരു നന്ദിയില്ല എന്ന് സൂര്യൻ പറയില്ല അത്ര. പ്രപഞ്ചം മൊത്തം ജ്വലിച്ചുകൊണ്ടിരിക്കുക, അതാണ് യൂണിവേഴ്സൽ ലെവലിലുള്ള യജ്ഞം. അതിന്റെ ഏറ്റവും പ്രകടമായ പുറത്തുള്ളതാണിത്, ആ രീതി. പക്ഷെ അതിലേക്ക് ആൾക്കാർ ആചാരത്തിനെടുത്തു. അതിൽ ഏത് നെയ്യ് വേണം, അതിനെങ്ങനെ ഒഴുക്കണം, കൈ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ. പിന്നെ അത് പുരോഹിത വർഗത്തിലേക്ക് പോയി, അത് അപജയിച്ചു പോയതാ. ഇങ്ങനെയാണ് ഈ യജ്ഞത മനസ്സിലായത്. അപ്പൊ ഒന്നാമത്തത് ആദി ഭൗതികം, ഭൗതികമായ രീതിയിൽ ചെയ്യണം, അർപ്പിക്കുക. പക്ഷെ അവിടെ ഈ അർപ്പിക്കുന്ന നെയ്യിനല്ല, അല്ലെങ്കിൽ അർപ്പിക്കുന്ന ഹവ്യങ്ങൾ, ദ്രവ്യങ്ങൾക്കല്ല, മനസ്സിലുള്ള പ്രാണൻ കലർന്നിട്ടുള്ള സങ്കല്പത്തിനാണ് പ്രാധാന്യം. ദൈവമേ, ആ സമസ്ത പ്രപഞ്ചത്തിൽ ആ സങ്കല്പം ഇല്ലെങ്കിൽ അതൊക്കെ ഒരു കാട്ടിക്കൂട്ടലാവും. 2, ഒരു മനുഷ്യൻ ചെയ്യേണ്ടതാണ് ഒന്നാമത്. 2, വേദങ്ങൾ പറയുന്നത് യൂണിവേഴ്സൽ, പ്രാപഞ്ചിക ലെവൽ. അതിന് ആദി ദൈവികം. അതെങ്ങനെയാ, സമസ്ത പ്രപഞ്ചവും യജ്ഞത്തിലാണെന്ന് സങ്കല്പിക്കും. എന്താ അല്ലെ, സൂര്യൻ
മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് എന്ത് കൊടുക്കണം? എന്താ കൊടുക്കണം? സൂര്യൻ മഴയല്ല, ഹീറ്റാ. ആർക്ക്? അതിന് മഴയ്ക്ക് വേണ്ടി ഹീറ്റ് കൊടുക്കണു. മഴ എന്ത് ചെയ്യണു? പ്ലാന്റ്സിലേക്ക് കൊടുക്കണു. എന്താ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല് ജീവ ജൈ വർഗങ്ങള്, സസ്യജലാദികൾക്ക്, ജീവാദികൾക്ക് വെള്ളം കൊടുത്തു. സാക്രിഫൈസ് ചെയ്യല്ല, തിരിച്ചൊന്നും മേടിക്കുന്നില്ല. പ്ലാന്റ്സ് എന്ത് ചെയ്യണു? മൃഗങ്ങൾക്ക് നമ്മൾക്കൊക്കെ ഭക്ഷണമായിട്ട് അവൻ തരുന്നു. ഇതൊരു സൈക്കിളാ. പ്രപഞ്ചത്തിന്റെ ഘടന സൂക്ഷ്മമായിട്ടൊന്ന് നോക്കിയാൽ ഒരു കുട്ടിയെ പോലെ അഹങ്കാരമൊന്നും ഇല്ലാതെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് വെളിവാകും, ഈശ്വര ഇതാണ് ഇതിന്റെ ധർമ്മം അല്ലേ. ധർമ്മത്തെ നോക്കാൻ സൂക്ഷ്മമായി അകത്തേക്ക് നോക്കുമ്പോഴും ഇത് തന്നെ എത്ര അവസ്ഥ. അപ്പൊ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ അകത്ത് നോക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത് ഒരർത്ഥം. അല്ലാണ്ട് എന്താ പറയാ, നെറ്റിയിലൊരു പോയിന്റിലേക്ക് നോക്കി കണ്ണടച്ച് ഒറ്റക്കാലിൽ നിൽക്കുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് പല യോഗ പോസ്റ്ററുകൾ. അതിൻ്റെയൊക്കെ അർത്ഥം, സൂക്ഷ്മമായ അർത്ഥമാണ് ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ നിരീക്ഷിക്കുക, ഇതാണ് ധ്യാനം. അപ്പോൾ യൂണിവേഴ്സൽ ലെവലിൽ നോക്കണം, പ്രപഞ്ചത്തിന്റെ ലെവലിൽ നോക്കുന്നതാണ് ഒരു യജ്ഞം. ഒന്ന് ആദ്യ ദൈവികം, അത് നമ്മൾ പ്രകടിതമായ കർമ്മങ്ങളാണ്. അപ്പൊ ഈ കാലത്ത് അത് യോജിച്ചതല്ല, അതുകൊണ്ട് ആൾക്കാരും ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ സൂക്ഷ്മ രൂപത്തിൽ ചെയ്യാം. മൂന്നാമത്തതാണ് ആധ്യാത്മികം, ഇന്റേണലായിട്ട്. അതൊരു യജ്ഞം. അതാണ് ഭഗവത്ഗീത അല്ലെങ്കിൽ ധ്യാനം എന്നൊക്കെ പറയാം. ദിസ് ഇസ് മോസ്റ്റ് പ്രൊഫൗണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും ആഴത്തിലുള്ള അഗാധമായ, ഇപ്പൊ ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ ആഴത്തിലേക്ക് പോകുന്നതാണ് യജ്ഞം. അതിനെ പറയാ ആന്തരികമായ അഗ്നി. അപ്പൊ അഗ്നി പോണ പോക്ക് നോക്കിയേ, പ്രത്യക്ഷത്തിൽ കാണുന്ന അഗ്നിയല്ല, ആഴത്തിലേക്ക് പോകുമ്പോ. അപ്പൊ അവിടെയാണ് പ്രാണാഗ്നിഹോത്രം എന്ന് പറയുക. അഗ്നിഹോത്രം കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങള്? അവിടെ ഏറ്റവും പുറത്ത്, അപ്പൊ 3 തരത്തിലുള്ള ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. ഏറ്റവും പുറത്തുള്ളവരാണ് ഈ ഇത്തരം റിച്വൽസുകള് ഇതിലേക്ക് പോകുന്നത്. പോകണ്ടെന്നല്ല, പക്ഷെ സങ്കല്പം ഇങ്ങനെയായിരിക്കണം. ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും അഗാധവും ഏറ്റവും മഹനീയമായിട്ടുള്ള യജ്ഞമാണ് പ്രാണാഗ്നി ഹോത്രം. ആ അഗ്നിഹോത്രം എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ പ്രാണനാണ് അഗ്നിയായിട്ടിരിക്കുന്നത്. ബ്രീത്ത് ഈസ് ഓഫറിങ്. പ്രാണനെ കൊടുക്കുക, ഓഫർ ചെയ്യാൻ. മാത്രമല്ല നമ്മുടെ ബോധത്തിൽ അടിഞ്ഞുകൂടിയ കർമ്മമാലിന്യങ്ങൾ, ചിന്താമാലിന്യങ്ങൾ ഓഫർ ചെയ്യും, സമർപ്പിക്കുക. ആലോചിച്ചു. അതാണ് അഗ്നിഹോത്രം, ശരിയായ അഗ്നിഹോത്രം. അതിനെ പറയാം സെൽഫ് സാക്രിഫൈസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സെൽഫ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, അഗ്നിക്ക് കൊടുക്കുക. കേൾക്കുമ്പോ അത്ര സുഖമില്ല അല്ലേ? ഗീത പഠിക്കാൻ പോയി വന്നത്, കൃഷ്ണനൊക്കെ നമ്മളിങ്ങനെ നിരീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് പലതരത്തിൽ വരുന്നവരുണ്ട് അല്ലേ. ഒരു തരത്തില് ഭഗവത്ഗീത ഒരു വിപ്ലവമാണ്. നമ്മുടെ സങ്കല്പങ്ങളൊക്കെ ചിലപ്പോ, എൻ്റെ ഒരു ലളിതമായ ബോധത്തിൽ ഞാൻ പറയുന്നത്, നമ്മുടെ സങ്കല്പങ്ങളെ തച്ചുടച്ച് കളയുന്നു, പുതിയൊരു മനുഷ്യനാക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ സഫറിങ്, സെൽഫ് സാക്രിഫൈസ് എന്ന് പറയുന്നത് അർത്ഥം നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യുക, നമ്മളെ തന്നെ ഹോമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിലുള്ള അധമ ചിന്തകളെ, കർമ്മത്തിൽ നിന്നുള്ളവാകുന്ന അധമ ചിന്തകളെ. എന്തൊക്കെയാ അധമ ചിന്തകള്? ഗ്രീഡ്, ആർത്തി, മടി. അത് ഗുണത്രയ വിഭാഗ യുഗത്തിൽ പോകുമ്പോൾ നമ്മൾ വിശദമായി മനസ്സിലാക്കും. അതുണ്ടാവുക ആർക്കാ? തമോ ഗുണമുള്ളവർക്ക്. ഇത്തരം ലേസിനെസ്, ഓരോ ഗുണങ്ങളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇക്കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ഗുണങ്ങളും നമ്മളിലുണ്ട്. ചിലത് ഏറി നിൽക്കും. അത് കണ്ടാലറിയാം. സാത്വിക ഗുണമുള്ളവർ എപ്പോഴും അവരുടെ വാക്കുകളും നോക്കുകളും പ്രവൃത്തികളിലും ഒക്കെ ഒരു ശുദ്ധി ഉണ്ടാവും. അവരുടെ വാക്കിന് ജ്ഞാനം ഉണ്ടാവും, അവരുടെ വാക്കിന് ഡിസിപ്ലിൻ ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അപ്പോൾ ഉയർന്ന മൂല്യങ്ങളിലേക്ക്, താഴ്ന്ന ബോധത്തെ അഗ്നിയിലേക്ക്, പ്രാണനിലേക്ക് അർപ്പിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അഗ്നിഹോത്രം, പ്രാണാഗ്നിഹോത്രം.
അവിടെയാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പതി എത്രാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജ്ഞാനകർമ്മ സന്യാസ യോഗത്തെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇപ്പൊ ഇത് കേൾക്കുന്ന, ശ്രവിക്കുന്ന എല്ലാവരും ഈ ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു സെഷനേക്കാളും ഇതൊരു സൈൻ പോസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മളെങ്ങനെ പോണ്ടേ എന്നുള്ളൊരു വഴി മാത്രം കാണിക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് എടുത്തിട്ട് വിശദമായിട്ട് പഠിക്കുമ്പോഴാണ്, മനനം ചെയ്യുമ്പോഴാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തെ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് എനിക്കിതിൽ സംഗ്രഹിക്കാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു. അന്വേഷാറെ, സമയം 24 ഇപ്പൊ കറക്റ്റായി കഴിഞ്ഞു. നോക്കിയപ്പോൾ ഞാൻ എൻ്റെ സമയം ശ്രദ്ധിച്ചിരുന്നില്ല, ഇപ്പൊ കറക്റ്റായി. ഒരു 5-6 ശ്ലോകങ്ങൾ എടുത്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ചെറിയ സമയത്തിൽ നമ്മൾ കടന്നുപോയത്.